ഹലോ. അപ്പോൾ ഒരു സൺഡേ ഈവനിങ് വ്ളോഗിലേക്ക് പോയാലോ? ഞങ്ങൾ മൂന്നുപേരും കൂടെ വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ പോയത് മണക്കാടുള്ള ശാസ്താ ക്ഷേത്രത്തിലേക്കായിരുന്നു. മണ്ഡലച്ചെറപ്പൊക്കെ ഇല്ലേ, അപ്പം ഒന്ന് പോയി തൊഴാമെന്ന് കരുതി അങ്ങനെ അവിടെ പോയി തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ സൺഡേസിലുള്ള ഈവനിങ് പരിപാടിയാണ്. അമ്പലത്തിൽ പോവുക, പുറത്തു പോയി ഒരു ചായയൊക്കെ കുടിക്കുക, ഇതൊക്കെയാണ് സൺഡേസിലുള്ളത്. FM കേട്ടുകൊണ്ട് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഭയങ്കര രസമാണ്. എനിക്ക് മറ്റു പാട്ടുകൾ കേൾക്കണം, FM കേട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ആ വൈബൊക്കെ അടിച്ചിട്ട് നേരെ പോയത് കരിക്കകം അമ്പലത്തിലേക്കായിരുന്നു. എല്ലാ സൺഡേ ഈവനിങ്ങിലും ഞങ്ങൾ കരിക്കകം അമ്പലത്തിൽ വരാറുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, മറ്റേ അമ്പലത്തിൽ കയറിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അവിടെ ഇങ്ങനെ പണിയൊക്കെ നടക്കും അമ്പലത്തിൽ. അങ്ങനെ തൊഴുതു. മീനൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ഇടയ്ക്ക് പോയ സമയത്ത് നല്ല വലിയ മീനുകളായിരുന്നു, പക്ഷെ ഇപ്പം നല്ല കുഞ്ഞു മീനുകളാണ് കിടക്കുന്നത്. അങ്ങനെ കണ്ടു. അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. ചേട്ടനൊരു കപ്പലണ്ടിയൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ നിന്ന് പതുക്കെ വിട്ട് ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖത്തേക്കായിരുന്നു. ശംഖുമുഖത്തിൻ്റെ നേവി ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ, അതാണ് ഈ ഹെലികോപ്റ്റർ പറക്കുന്നത് കേട്ടോ. അത് കാണാൻ വേണ്ടിയാണ്, പ്രാക്ടീസ് കാണാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ കാണാൻ പറ്റിയില്ല. നേരത്തെ പോകണമായിരുന്നു. നമ്മളെത്തിയപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞു, 6:30. പിന്നെ ഒരു 3-4 കപ്പൽ അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ശ്രീവരാഹം വെങ്കടേശ്വര കഫേയിലാണ്, ടീ സ്റ്റോളിൽ കഫേയാണ്, അവിടെ വന്നു. ഇവിടുന്ന് സൺഡേ ഈവനിങ്ങിൽ ഒരു ചായ ഒരു കടിയും മസ്റ്റാണ്. അങ്ങനെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞു. അപ്പം ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാമേ. ഓക്കെ, ബൈ.